ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രവതിയും കൂടെ ഇതേ ഒന്ന് വയനാട് പോവാട്ടോ. നമ്മൾ നേരെ ട്രെയിനൊക്കെ കയറി കാലിക്കറ്റ് ഇറങ്ങി. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. നമ്മൾ ഏകദേശം എത്തിയപ്പോൾ ഉച്ചയായി. അങ്ങനെ ദേ സാഗർ ഹോട്ടലിലൊക്കെ കയറി നല്ലൊരു ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനിരിക്കുകയാണ്. അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഒരു മിൻറ്റ് ലൈം കുടിക്കണം കേട്ടോ. എന്തോ ഒരു പ്രശ്നമാണ് എൻ്റെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇതേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൈസ എടുക്കാൻ വേണ്ടി ATM തപ്പി നടക്കും കേട്ടോ. അങ്ങനെ ATM ഒക്കെ കണ്ടുപിടിച്ച് പൈസ എടുത്തതിന് ശേഷം നമ്മൾ വയനാട്ടിലേക്ക് ബസ് കയറിയിട്ടോ. നമുക്ക് ഇറങ്ങേണ്ടത് സുൽത്താൻ ബത്തേരിയിലാണ്. അവിടെ ദി ഗ്രാൻഡ് ഐറിസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ സുൽത്താൻ ബത്തേരി ഇറങ്ങി അവിടെ നേരെ ഞാനും രേവതിയും കൂടി ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടോ. എന്താ പറയണ്ടേന്ന് അറിയില്ല, ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്റ്റേ ആട്ടോ അത്. നിങ്ങൾക്ക് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ട്വിൻ ബെഡ് ഫെസിലിറ്റിയൊക്കെ ഉള്ള നല്ലൊരു റൂമാട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് വയനാടിൻ്റെ നല്ല ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. എനിക്കിത് രേവതിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹോട്ട് വാട്ടറിൽ തന്നെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ രേവതിയും കൂടെ ഒന്ന് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയതാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. കാരണം നമ്മുടെ ഓഫീസിൻ്റെ ഒരു മെയിൻ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. സോ നമുക്ക് നാളെയും നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് നമ്മുടെ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്. നമ്മളിത് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ചുമ്മാ പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോകട്ടെ. നമ്മുടെ സ്റ്റേ 3rd ഫ്ലോറിലായിരുന്നു. അപ്പോൾ നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്ത് താഴത്തോട്ട് പോവാണേ. ഇതാട്ടോ അവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. എന്താ പറയണ്ടേ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും. അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളതേ പയ്യെ മേലിൽ പോയി കിടന്നുറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ വോയിസൊക്കെ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇന്നാണ് നമ്മുടെ മീറ്റ്. പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു, ബാക്കി മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇന്നവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് നമ്മൾ കുറച്ച് തിരക്കായിരിക്കും ഈവനിങ് വരെ. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി നമ്മുടെ ഓഫീസ് യൂണിഫോമൊക്കെ ഇട്ട് താഴെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊരു ബ്രെഡ് ഓംലെറ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് ഇറങ്ങണമായിരുന്നു അവിടെ നിന്ന്. ദി ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു 4-star പ്രോപ്പർട്ടിയിലായിട്ട് നമ്മുടെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം. ഇനി നല്ല തിരക്കായിരിക്കും കേട്ടോ. ഹായ്, അപ്പോൾ നമ്മുടെ ഇവൻറ്റൊക്കെ കഴിഞ്ഞു. കുറച്ച് തിരക്കായി പോയി. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത സ്ഥലം. അത്യാവശ്യം നല്ല ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോവുകയാണ് അല്ലേ രേവതി? ഇനി ഫുള്ളൊന്ന് കിടന്നുറങ്ങണം, ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാം. റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ 2 ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടൊരു സൂപ്പൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചൊക്കെ കണ്ടിട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ താഴത്തോട്ട് പോയില്ല, റെസ്റ്റോറൻറ്റിൽ പോയില്ല.
നമ്മൾ റൂമിൽ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞങ്ങൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെപ്പോഴും നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ. വന്ന സമയം തൊട്ട് അടിപൊളി. അവിടെ ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ സർവീസ് നമ്മൾ പോയപ്പോൾ ഫുൾ ക്ലീൻ ചെയ്ത്, ഞാൻ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് വിടാനൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷേ അവർ ഫുൾ ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റി ഫുൾ ക്ലീനിങ് ചെയ്ത് വാഷ്റൂംസ് എല്ലാം ക്ലീൻ ചെയ്ത് അടിപൊളി സർവീസാണ്. ഗ്രാൻഡ് ഹാരിസ് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. സുൽത്താൻ ബത്തേരി തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ വയനാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചിക്കൻ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ ബോൺലെസ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ബ്രെഡ് നമ്മൾ പറഞ്ഞത് കേരള പൊറോട്ടയാണ്. പിന്നെ ഇത് ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇത്രയും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹെൽത്തി ആകാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി സൂപ്പൊക്കെ കുടിച്ചു അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. ബൈ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് പ്രോൺസാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ പ്രോൺസാണ്. അപ്പോൾ എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞത് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ. പറയാതിരിക്കാൻ വയ്യ, ഞാൻ കുറച്ചെടുത്ത് ഒരു ചെറിയൊരു ഇത് കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ ഇതും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ആവാൻ പോവാണ് ഗ്രാൻഡ് ഹാരിസിൽ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ്. ഞാൻ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, രേവതി പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബസ് കയറി വയനാട് നിന്ന്, ഇപ്പോൾ ബത്തേരിയിൽ തന്നെ ഉള്ളത്, നമുക്ക് നേരെ ബസ് കയറിയിട്ട് നമുക്ക് കാലിക്കട്ട് ചെല്ലണം. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കാലിക്കട്ട് ടു എറണാകുളം. നമുക്ക് ട്രെയിൻ ഒരു മണിയൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏകദേശം ടൈം ഒരു 9 hour ആയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകണം. ഇവിടെ നിന്ന് ഇങ്ങനെ പോലെ ഒരു 2.5 hours ടു ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ എടുത്തു നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഓൾമോസ്റ്റ് 3 hours ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും തിരിച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. അങ്ങനെ ദേ വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് ഗ്രാൻഡ് ഹാരിസിനോട് വിട പറയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ മെയിൻ അവിടുത്തെ ഒരു ഓട്ടോ ചേട്ടനുണ്ട്, പുള്ളീനെ വിളിച്ച് ഇറങ്ങിട്ടോ. കാലിക്കട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നല്ലൊരു മീൽസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രേവതി ആലുവയിൽ ഇറങ്ങി. അതുപോലെ തന്നെ എനിക്ക് എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങണം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.